ആദ്യം നമുക്ക് വാറടിച്ച് മറിച്ച് അതിന് തുമ്പത്ത് പൂവ് വയ്ക്കാം. വാറ് 2 അടിച്ച് മറിച്ചിട്ടുണ്ട്. ആ വാറ് ഇങ്ങനെ നമ്മളൊരു ചതുര കഷ്ണം തുണിയെടുത്ത് അതിൽ മൂല മടക്കി അതിൻ്റെ നടുവിൽ വെച്ച് വീണ്ടും മടക്കി അങ്ങനെ വാറുള്ള ഭാഗം അടിച്ച് തിരിക്കുക. എന്നിട്ട് ആ ചെറിയൊരു തുമ്പ് കോണായിട്ട് നിൽക്കണതൊന്ന് ചെറുതായി മേലോട്ട് മടക്കി വെച്ച് അടിച്ചു കൊടുക്കാം. ഇനി അതിനെ മറിച്ചെടുക്കാം. ഇതുപോലെ 2 വാറ് നമുക്ക് വേണം കേട്ടോ. ഒരെണ്ണം ഞാൻ കാണിക്കണുള്ളൂ, ഒരെണ്ണം കൂടിയും അടിക്കണം. എന്താ വാറായി. ഇതുപോലെ 2 എണ്ണം വേണം കേട്ടോ. ഇനി നമുക്കത് തുണിയുടെ നെക്കിൻ്റെ കോണ് ഭാഗത്ത് വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് വാറ് വെച്ച് അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ലൈനിങ് തുണി വെച്ച് അടിച്ച് മറയ്ക്കാം. ഫ്രണ്ട് നെക്ക് ഡിസൈൻ അടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ക്രോപ്പ് ടോപ്പ് വേറെ അടിച്ചിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ എങ്ങനെ അടിക്കാമെന്നറിയാം. കഴുത്ത് മാത്രം ഞാനിപ്പോൾ അടിച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ അടിച്ച് ഇറക്കി നിർത്തി, സൂചി ഇറക്കി നിർത്തി വീണ്ടും തിരിച്ച് ആ മൂല വരുമ്പോൾ വീണ്ടും സൂചി ഇറക്കി നിർത്തി തിരിച്ച് വാറിന് 2 സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും തിരിച്ച് വെച്ച് കഴുത്തടിക്കുക. ഇതുപോലെ മറ്റേ ഭാഗം വരുമ്പോൾ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇതുപോലെ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കാം. ബ്ലൗസ് മുഴുവനായിട്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. ഫ്രണ്ട് ഭാഗം മാത്രം അടിക്കുന്നത് കാണിക്കുന്നുള്ളൂ. പ്രിൻസ് കട്ടാണ്. പ്രിൻസ് കട്ട് അടിക്കുന്നതും ക്രോപ്പ് ടോപ്പ് അടിക്കുന്നതും പിന്നെ അതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അടിച്ച് ക്രോപ്പ് ടോപ്പ് ആക്കണത് ഉണ്ടാവും. ഇങ്ങനെ അടിച്ച് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. മൂലയിൽ തേച്ച് കട്ടിട്ട് കൊടുക്കണം. റൗണ്ടിലും കട്ടിട്ട് കൊടുക്കുക. ചിലർക്ക് ഇട്ട് കൊടുക്കലൊന്നും കുഴപ്പമൊന്നുമില്ല. കട്ടിട്ട് നമുക്കിതിനെ മറച്ചെടുക്കണം. നല്ല മഴയാണ്, അത് കാരണം മഴയുടെ സൗണ്ടും കൂടി ഇതിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. വാറ് വെച്ച് കൊണ്ട് മറിച്ചെടുത്തപ്പോൾ മറിച്ചടിച്ചൊന്ന് പൊരിച്ചടിച്ച് കൊടുക്കും.